അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വാഡിൻ്റെ ഫസ്റ്റ് 11 വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോ വീഡിയോസിലും ഇതിൽ കാണുന്ന ഓരോരുത്തരുടെ റിവ്യൂ ആയിട്ട് ഓരോ ഗെയിം പ്ലേ കളിച്ച് നോക്കാം. ഞാൻ ജസ്റ്റ് റാങ്ക് പുഷിൻ്റെ സമയത്ത് ഓരോ റിവ്യൂ പറഞ്ഞിട്ട് കളിക്കാമെന്നാണ് പ്ലാന്. ഓക്കെ, ജസ്റ്റ് സ്ക്വാഡ് കാണിക്കാം. ഇതാണ് ബേസിക് സ്ക്വാഡ്. ഇതിൽ റിസർവിലും അത്യാവശ്യം പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ഓരോ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഇപ്പോൾ മെയിൻ സ്ക്വാഡ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇബ്രാഹിമോവിച്ചിനെ എങ്ങനെയാണ് കളിപ്പിക്കുക. ചിലവർക്ക് അത് സ്യൂട്ടാവുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നൈസ് കാർഡാണ്, അടിപൊളി കാർഡാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ അറിയുന്നവർക്ക് നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. അതുപോലെ നമുക്കൊന്ന് പ്ലേ അടിച്ച് നോക്കാം. ഓക്കെ, ഇതിൻ്റെ പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊമോഷൻ നല്ല റിസൾട്ട് തരുന്നുണ്ട്. ഈ ഗോൾ പോച്ചസിനെ പോലെ അല്ലെങ്കിൽ ഏറ്റവും റൊമിനിക്ക് അവരൊക്കെ ഒരു പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സ്പീഡ് പ്ലേയേഴ്സാണ്. ഇതൊരു ലുക്കാക്കു, ഇബ്രാഹിമോവിച്ച് എന്നൊക്കെ പറയുമ്പോൾ അത് ഫിസിക്കലി നല്ല രീതിയിൽ ബോൾ ഹോൾഡ് ചെയ്തിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. അത് നമുക്ക് നോക്കാം. പിന്നെ റാങ്ക് പുഷ് ജസ്റ്റ് ഞാനിങ്ങനെ കളിക്കാറുണ്ട്. ഫുള്ള് പൊട്ടലാണ്, ഏതായാലും നോക്കാം. റാങ്ക് പുഷ് ആയതിനെ കൊണ്ട് തന്നെ ഏകദേശം നല്ല ടൈറ്റ് ഉണ്ടാവും കളി. സീനാണ് പ്ലെയർ, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. യെസ്, ഗോൾ. നല്ല ഒരു കമൻട്രി ഞാൻ പറയാൻ വിട്ടുപോകുന്നുണ്ട് കേട്ടോ. അതായത് കളിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ട് സ്റ്റാർട്ടിങ് വീഡിയോ ആയതുകൊണ്ടാണ്. നല്ല റെഡിയാക്കാം. ഓക്കെ, ആ പൊലിവിൽ നിൽക്കുകയാണ് മിക്കവാറും. ഇല്ല, ജസ്റ്റ് എസ്കേപ്പ്. പാസ് 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 ഇവിടെ പോയേക്കാം. കിട്ടി. ബുദ്ധിമുട്ടാണെങ്കിൽ കമൻ്റ് തന്നെ വന്നു. എന്തൊരു മാൻ മാർക്കിങ് കിട്ടണോ? കറക്റ്റ് നമ്മുടെ സെക്കൻഡ് അടുത്ത് പോയി നിൽക്കുന്നു. തോന്നുന്ന ആളെ ഏത് ഡോക്കാണ്ട് കാര്യമില്ല. അവിടെ നമ്മുടെ തുറാമുണ്ട്. മാറ്റിക്കോ. പ്രശ്നമുണ്ട്. ഞാൻ അധികം അവനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് നല്ല ഷോട്ടായിരുന്നു. പക്ഷേ അത്ര ഒപ്പോട്ടായില്ല അല്ലേ? നോക്കാം, അടുത്തേക്ക് നോക്കാം. ഒന്നുകൂടെ ഒരു കട്ട് ചെയ്ത് പോയാലോ? ഒരു ബ്ലിറ്റ്സ് അടിക്കണം. ഒരു ബ്ലിറ്റ്സ് അടിച്ചാൽ അല്ല, ഇതാ പോണു. ഇത് പോയി നിലയാണ് എന്തെങ്കിലും പറഞ്ഞേ. നല്ല സെലിബ്രേഷനാണ്. ഗോൾ നോക്കി. കിട്ടി. ചാമ്പറ
ഇബ്രാഹിമോവിച്ചൊക്കെ അടിച്ചാൽ ശരിക്കും ഗോളിൻ്റെ കൈയൊക്കെ തട്ടി പോകേണ്ടതാണ്, പക്ഷെ ഒന്നും പോണില്ല. അതാണ് പ്രശ്നം. ഓക്കെ, ഇത് നമുക്ക് ആരും ഓളടിക്കാൻ പറയാം. ഹാളണ്ടിനാണത്. ഇത് കറക്റ്റ് ഹാളണ്ട് ഹെഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഗോൾഡ്. ഓക്കെ, എത്തിക്കാൻ തോന്നുന്നു ഗോള്. ഒന്നുകൂടെ ഒരു ചാൻസ് കൂടെ ഒന്ന് ഹോൾഡ് ചെയ്താലോ ബോള്. ചമ്പ് പോയി. ബോളും കൊണ്ട് ഞാൻ കേട്ടോ. പരിപാടി ഓക്കെ, ഒരു കളി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നല്ലൊരു മാച്ചായിരുന്നു. മദിനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രഹ്മേഷ് ഷോട്ട്. നല്ലൊരു ട്രൈ ആയിരുന്നു. ഫോക്കസ് ആയിട്ട് ആക്ച്വലി അങ്കർ മെസ്സി അല്ല, ഇത് നമ്മുടെ ബിഗ് ടൈം മെസ്സിയാണ്. ആള് ഒരു സ്പീഡിൻ്റെ കാര്യത്തിൽ ആളൊരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് മൂവ് ചെയ്യാറ്. പക്ഷേ ഇത് സ്കിപ്പ് ചെയ്യാറ് ഉണ്ടാകും. ഒരു അത്ര സ്പീഡായിട്ടാണ് ആളവിടെ നിന്ന് പോവുക. ഒരു മനിതുള്ള ഓപ്പണൻ്റ് ആളുണ്ടോ, ആളത് കണ്ടിട്ടുണ്ട് പോയത്. എവിടുന്ന് ഒരു ഡിഫൻഡ് എന്ത് നോക്കിയതാണോ അറിയില്ല. അവന് അങ്ങോട്ടുള്ള പ്ലാന. ഓ എടാ മഴ നിൽക്കല്ലേ. നല്ലൊരു ഇബ്രാഹിമോവിച്ച്, ക്രിസ്ത്യാനോ ഷോട്ട്. പിന്നെ ഒരാൾ വന്നിട്ട് കാര്യമില്ല, ബോൾ കിട്ടില്ല. ഇത് അടിക്കുന്നുണ്ട്, പക്ഷേ കയറുന്നില്ല. എന്നാലും വെക്കുക, അങ്ങനെ കറക്റ്റ് ഈ ഒരു പോയിന്റിൽ വെക്കുക, എന്നിട്ട് ഇങ്ങനെ അടിക്കാം. അപ്പോൾ ആരെങ്കിലൊക്കെ ഹെഡ് ചെയ്തോളൂ, അങ്ങനെ പോകാം. ഹെഡ് ചെയ്താൽ ഉണ്ടോ ഉണ്ടോ. ഇത് കിട്ടിയില്ല. മെസ്സിക്കോടായോ ലോങ് ലോങ് വേറായിട്ടല്ല, എന്നാലും കളിയുടെ ഒരു പാറ്റേൺ ഇങ്ങനെയല്ല. ഓ നൈസ് നൈസ് നൈസ്, ഗ്രേറ്റ് മാച്ച്. അങ്ങനെ സേവ് വരുന്നല്ലേ, പക്ഷേ നമ്മുടെ ആശാനവിടെ നോക്കിയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സേവ് വെക്കേണ്ട ആവശ്യം വന്നത്. ബോൾ നോക്കി കേട്ടോ. നമ്മളെ 2 ഗോട്ട് ഒരുമിച്ച് വന്നിട്ട് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. സിയാർസാനാണ് നെയ്മർ കൊടുത്ത്. സോറി മെസ്സി നെയ്മർ അറിയാതെ ഒന്ന് ഗോട്ട് എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഒന്നും കൂടെ പെട്ടെന്നോ കിട്ടി മാറ്റിക്കോ തിരിഞ്ഞോ. ബോൾ കിട്ടോ കിട്ടേ കളിക്കൂ. എടാ ഗുലിട്ട് എൻ്റെ ഹെയറൊക്കെ കുലുക്കി വരുമ്പോഴത്തേനും ഇവിടെ ബോൾ പോകും. ഓക്കെ, ഇവിടെ ടാർഗറ്റ് പ്ലെയർ ഇവിടെ ആളെ കുറച്ചായിട്ട് കാണണമെന്നില്ല. ബ്രോ ഞാൻ നമുക്ക് വേണ്ടി കളിക്കുന്നു കേട്ടോ. ഓ മാൻ, സേവ് ഉണ്ടോ നിങ്ങൾ? എന്ത് സേവാണത് ബ്രോ?
ഇവർ തീരെ ഗോൾ ഇടൂല എന്നുള്ളൊരു ഒരു പാറ്റേൺ നമ്മുടെ കൊണാമി വെച്ചതുകൊണ്ടാവും. ലാസ്റ്റ് ചാൻസ്. ഓ, അതെന്ത് പണിയാണ് ബോസേ, വളരെ മോശമായിപ്പോയി. അതാണ് അവൻ അങ്ങനെ ബ്രേക്ക് ചെയ്യല്ലാതെ ഒരു സ്റ്റെപ്പ് ഇബ്രാഹിമോവിച്ച് ഫ്രണ്ടിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ആരും നിന്നിട്ടും കാര്യമില്ല, ബോൾ കിട്ടില്ല. നമുക്കൊരു നോക്കൗട്ട് ഷോട്ട് അടിച്ചു നോക്കിയാലോ, അടിച്ചു നോക്കാം. കിട്ടില്ല, മര്യാദയ്ക്ക് അടിക്കാൻ മതിയാണ്, ഗോളായിരുന്നത് വലിയ പേരായതാണ്, ആൾ പോയി എന്നാണ് തോന്നുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഇബ്രാഹിമോവിച്ചിൻ്റെ ഒരു ഒരു സെറ്റപ്പ്. ഓക്കെ, ആളും കട്ട് ചെയ്ത് പോയി എന്നാണ് തോന്നുന്നത്. ഓക്കെ, അതിൽ റീപ്ലേ കാണിക്കാൻ വേണ്ടിയിട്ട് കളി കഴിഞ്ഞിട്ട് ചെയ്യണമെന്നൊക്കെയുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഏതായാലും ഇബ്രാഹിമോവിച്ചിൻ്റെ ഇത് വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇബ്രാഹിമോവിച്ചിനെ യൂസ് ചെയ്യുന്ന പിന്നെ പ്രോഗ്രഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ആൾ നല്ല അടിപൊളി പ്ലെയറാണ്. ഇറക്കി നോക്കിയിട്ട് 2 കളി കളിപ്പിച്ചിട്ട് പോരാന്നും പറഞ്ഞ് ബാക്കോട്ട് പോകാതെ കളിപ്പിച്ച് നോക്കുക. റെഗുലറായിട്ട് കളിപ്പിച്ചാൽ നമുക്കതിൻ്റെ റിസൾട്ട് എൻ്റെ ഒരു സംഭവം കിട്ടുമോ എന്തായിട്ട് ബൂസ്റ്റർ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. ഫൈൻ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.